So now let's see about delayed repair and staged repair. First we will see about delayed repair. പേരിലുള്ള പോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു കംപ്ലീറ്റ് റിപ്പയർ സർജറിയുടെ ചെയ്യുക, ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് ഡിലേഡ് റിപ്പയർ. സോ ദിസ് ഇസ് ഡൺ ആഫ്റ്റർ സെവറൽ വീക്സ് ഓർ മന്ത്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിലേഡ് റിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇവിടെ പ്രോക്സിമൽ പൗച്ചും ഡിസ്റ്റൽ പൗച്ചും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും കുട്ടിയുടെ വെയിറ്റ് കുറയുമ്പോൾ, അല്ലേ? അപ്പോൾ ആ ഗ്യാപ്പ് കുട്ടികളൊന്ന് വളർന്ന് ആ ഗ്യാപ്പിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ സെവറൽ വീക്സ് അല്ലെങ്കിൽ മന്ത്സ് ചെയ്യുക. സോ ഡിലേഡ് റിപ്പയർ ഇറ്റ് ഇസ് ഡൺ ആഫ്റ്റർ സെവറൽ വീക്സ് ഓർ മന്ത്സ്, and it is usually done if long gap exists between the proximal pouch and the distal pouch. അത് ആഡ് ചെയ്യുക, if long gap exists between the proximal pouch and the distal pouch. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക? so that the esophagus will grow automatically as the child grows, and the gap between the esophagus can be minimized, and we can do an end-to-end anastomosis without using synthetic material. So synthetic material ഇല്ലാതെ end-to-end anastomosis ചെയ്യാനായിട്ട് ഈ ഗ്യാപ്പ് ഒന്ന് കുറയാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഡിലേഡ് റിപ്പയറിൽ ചെയ്യുക. സോ ഈ ഗ്യാപ്പ് കുറയാൻ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുട്ടിക്ക് ഒരു ഇനീഷ്യൽ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വി വിൽ ഡു എ സെർവിക്കൽ ഇസോഫാഗോട്ടമി. എന്തിനാണ് ഈ സെർവിക്കൽ ഇസോഫാഗോസ്റ്റമി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ കഴുത്തിൻ്റെ ഇവിടെ ഒരു ഇസോഫാഗസിൽ നിന്നും വെളിയിലേക്ക് ഒരു ഓസ്റ്റമി അല്ലെങ്കിൽ ഒരു ഹോൾ ഇടുകയാണ് ചെയ്യുക. ആൻഡ് ദിസ് ഹോൾ ഇസ് ടു empty the contents in the proximal pouch. So proximal pouchil കളക്റ്റഡ് ആവുന്ന സലൈവേനെയും ഫ്രോത്തിനെയൊക്കെ വെളിയിലേക്ക് കളയാനായിട്ട് നമ്മളുടെ നെക്കിൽ ഒരു ഓസ്റ്റമി അല്ലെങ്കിൽ ഒരു ഹോൾ ഫ്രം ദ ഇസോഫാഗസ് ഇടുന്ന പ്രൊസീജിയറിനെയാണ് സെർവിക്കൽ ഇസോഫാഗോസ്റ്റമി എന്ന് പറയുക. Cervical esophagostomy is done in order to empty the contents in the proximal pouch. So ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിടുക, in order to empty the contents in the proximal pouch, an ostomy is made from the esophagus at the cervical region. ഇനി വായിക്കൂടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലേ? കാരണം രണ്ട് പൗച്ച് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഈ കുട്ടികളെ നമുക്ക് ഫീഡ് ചെയ്യണ്ടേ? ഫീഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? വിൽ ഡു എ ഗ്യാസ്ട്രോസ്റ്റമി, ആൻഡ് ഇറ്റ് ഇസ് ഡൺ ഫോർ ഫീഡിങ് ആൻഡ് ഡീകംപ്രഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. സോ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗ്യാസ്ട്രോസ്റ്റമി ചെയ്യുക. ഒന്ന്, കുട്ടീനെ ഫീഡ് ചെയ്യാനായിട്ടും, രണ്ട്, ഗ്യാസ്ട്രിക് കണ്ടൻസിനെ എലിമിനേറ്റ് ചെയ്ത് ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ ഉറപ്പ് വരുത്താനായിട്ടും. സോ ഈ രണ്ട് കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ ചെയ്യും. ദാറ്റ് ഇസ് സെർവിക്കൽ ഇസോഫാഗോസ്റ്റമി ആൻഡ് ഗ്യാസ്ട്രോസ്റ്റമി. ഇത് രണ്ടും ചെയ്ത ശേഷം കുട്ടീനെ വീട്ടിലേക്ക് വിടും. ആൻഡ് വിൽ വെയിറ്റ് ടിൽ ദ ചൈൽഡ് ഗ്രോസ് ആൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു പൗച്ചസ് റെഡ്യൂസ്ഡ്. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് റിപ്പയർ ചെയ്യും. സോ ഡിലേഡ് റിപ്പയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡൺ ആഫ്റ്റർ സെവറൽ വീക്സ് ഓർ മന്ത്സ്, യൂഷ്വലി ഇഫ് ദർ ഇസ് ലോങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ proximal pouch and the distal pouch. So as an initial management, we will do a cervical esophagostomy, where an opening is made from the esophagus at the cervical region in order to empty the contents of the proximal pouch. In order to feed the child as well as ensure gastric decompression, we will also do a gastrostomy. The child is then discharged and we will wait till the gap minimizes. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ ചെയ്യുന്ന കാര്യമാണ് സ്റ്റേജ്ഡ് റിപ്പയർ, അല്ലേ? സോ സ്റ്റേജ് റിപ്പയർ ആർക്കാണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക? വിൽ സീ ഇൻ ദിസ് സ്ലൈഡ്. സോ ഇറ്റ് ഈസ് ഡൺ when the child has severe respiratory distress, very high proximal pouches or other severe anomalies. സോ ഇതൊക്കെയാണ് ഇത് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഒന്ന്, കുട്ടിക്ക് ഭയങ്കരമായിട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ട്. രണ്ട് പൗച്ചസും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. മൂന്ന്,
കുട്ടിക്ക് അസോസിയേറ്റഡ് ആയിട്ട് വേറെ സിവിയർ അനോമലീസ് ഉണ്ട്, ലൈക്ക് കാർഡിയക് അനോമലീസ് ഉണ്ട്. സോ കാർഡിയക് അനോമലി ഉള്ള ഒരു കുട്ടീനെ നമുക്ക് സർജറിക്ക് കയറ്റാനായിട്ട് പറ്റില്ല. ആദ്യമേ നമ്മൾ ആ കാർഡിയക് അനോമലി റിപ്പയർ ചെയ്യേണ്ടി വരും, അതിനുശേഷം മാത്രമേ ടെഫ് ചെയ്യുള്ളൂ. സോ ദീസ് ആർ ദ കണ്ടീഷൻസ്: സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രെസ്, വെരി ഹൈ പ്രോക്സിമൽ പൗച്ച് ആൻഡ് അതർ സിവിയർ അനോമലീസ്. ഇനി രണ്ടാമത്തെ കാര്യം, വെൻ വി ഹാവ് ഹോപ്പ് ടു ഗെയിൻ ലെങ്ത് വിത്ത് ടൈം. സോ നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട് ഈ രണ്ട് പൗച്ച് തമ്മിലുള്ള ഗ്യാപ്പ് കുട്ടി വളരുന്ന അനുസരിച്ച് ആ ഒരു ഗ്യാപ്പ് കുറയും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ എഗെയിൻ വി ക്യാൻ വെയിറ്റ് ടിൽ ദ ഗ്യാപ്പ് റെഡ്യൂസസ് ഓർ ഇസോഫാഗിയൽ റീപ്ലേസ്മെൻറ്റ് ഇസ് കൺസിഡേർഡ്. ഇനിയിപ്പോൾ ഗ്യാപ്പ് കുറയില്ല എന്നുള്ള സിറ്റുവേഷനിൽ ഇസോഫാഗസിനെ നമ്മൾക്കൊരു സിന്തറ്റിക് മെറ്റീരിയലുമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ആ ഒരു സ്റ്റെപ്പിലും നമ്മൾ ഈ ഒരു സ്റ്റേജ് റിപ്പയർ ആയിരിക്കും കൺസിഡർ ചെയ്യുക. സോ ദീസ് ആർ ദ സിറ്റുവേഷൻസ്: severe respiratory distress, a very high proximal pouch, or if the child has other severe associated anomalies like cardiac anomalies, if the child or if the surgeon has a hope in order to gain length of the esophagus with time, or if esophageal replacement is considered. ഇനി ഇത് സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും എന്താ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് കാണാം. സ്റ്റേജ് 1ൽ നമ്മൾ ചെയ്യുക, ട്രക്കിയോ ഇസോഫാഗിയൽ ഫിസ്റ്റുലേനെ ലൈഗേറ്റ് ചെയ്യും. സോ ഇൻ ഓർഡർ ടു സേവ് ദ ചൈൽഡ് വി വിൽ ലൈഗേറ്റ് ദ ട്രക്കിയോ ഇസോഫാഗിയൽ ഫിസ്റ്റുല. ഇസോഫാഗിയൽ ഫിസ്റ്റുലേനെ ലൈഗേറ്റ് ചെയ്ത ശേഷം വേറെ എന്താ ചെയ്യേണ്ടത്? പ്രോക്സിമൽ പൗച്ചിൽ നിന്ന് സാധനങ്ങൾ വെളിയിലേക്ക് പോകാനായിട്ട് വി വിൽ ഡു എ സെർവിക്കൽ ഇസോഫാഗോസ്റ്റമി. കുട്ടീനെ ഫീഡ് ചെയ്യാനായിട്ടും ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ ഉറപ്പ് വരുത്താനായിട്ടും വി വിൽ ഡു എ ഗ്യാസ്ട്രോസ്റ്റമി. സോ ദാറ്റ് ഇസ് ഡൺ ഇൻ സ്റ്റേജ് 1. സോ സ്റ്റേജ് 1ൽ ചെയ്യുക, വി വിൽ ലൈഗേറ്റ് ദ ട്രക്കിയോ ഇസോഫാഗിയൽ ഫിസ്റ്റുല. എ ഗ്യാസ്ട്രോസ്റ്റമി ഇസ് ഡൺ ഇൻ ഓർഡർ ടു ഫീഡ് ദ ചൈൽഡ് and an esophagostomy is done in order to drain the contents out from the proximal pouch. സ്റ്റേജ് 2ൽ നമ്മൾ ചെയ്യുക, ഇസോഫാഗോസ്റ്റമീനെ ക്ലോസ് ചെയ്യും. ഇസോഫാഗസിൻ്റെ രണ്ട് അറ്റങ്ങളും തമ്മിൽ എൻഡ് ടു എൻഡ് അനാസ്റ്റോമോസിസ് ചെയ്യും. ആൻഡ് ദ ഗ്യാസ്ട്രോസ്റ്റമി ഇസ് ക്ലോസ്ഡ് വൺസ് ദ ചൈൽഡ് സ്റ്റാർട്ട് ഫീഡിങ് ഓറലി വെൽ. സോ ദാറ്റ് ഇസ് ഡൺ ഇൻ സ്റ്റേജ് 2. സ്റ്റേജ് 2ൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സെർവിക്കൽ ഇസോഫാഗോസ്റ്റമീനെ ക്ലോസ് ചെയ്യും. രണ്ട് ഇസോഫാഗസിൻ്റെ അറ്റങ്ങളും തമ്മിൽ എൻഡ് ടു എൻഡ് അനാസ്റ്റോമോസിസ് ചെയ്യും. കുട്ടീനെ ഓറലി ഫീഡ് ചെയ്യാനായിട്ട് സർജറിക്ക് ശേഷം ശ്രമിക്കും. കുട്ടി നല്ല പോലെ ഓറൽ ഫ്ലൂയിഡ്സും ഫുഡും എടുത്തു തുടങ്ങുമ്പോൾ വി വിൽ ക്ലോസ് ദ ഗ്യാസ്ട്രോസ്റ്റമി. So these are the different stages in a stage repair. Stage 1ൽ ligation of the tracheoesophageal fistula, feeding, gastrostomy in order to provide feed to the child as well as in order to ensure gastric decompression. Cervical esophagostomy in order to drain out the upper pouch. Stage 2ൽ closure of the cervical esophagostomy, end-to-end anastomosis of the two pouches of the esophagus, and we will close the gastrostomy once the child is taking well orally. ഇനിയിപ്പോൾ എത്ര വെയിറ്റ് ചെയ്തിട്ടും ആ ഒരു ഇസോഫാഗസിൻ്റെ ഗ്യാപ്പ് വളരെ കൂടുതലാണ് രണ്ടും തമ്മിൽ. ഇത് ഇനി വളരുന്ന നമ്മൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കേസിലാണ് വി വിൽ ഡു എ റീപ്ലേസ്മെൻറ്റ് സർജറി. ഈ റീപ്ലേസ് നമ്മൾ ചെയ്യുക യൂസിങ് എ പാർട്ട് ഓഫ് ദ കോളൻ ഓർ എ ഗ്യാസ്ട്രിക് ട്യൂബ്. ഒന്നെങ്കിൽ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ട്യൂബ് കൊണ്ടോ അല്ലെങ്കിൽ കോളൻ്റെ ഒരു ഭാഗം കൊണ്ടോ ആയിരിക്കും റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുക. So if the native length of the esophagus is inadequate in order to do an end-to-end anastomosis, upper pouchും lower pouchും തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണ്, അത് end-to-end anastomosis ചെയ്യാൻ പറ്റില്ല എങ്കിൽ we will consider a replacement surgery. റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്നെങ്കിൽ കോളൻ്റെ ഒരു ചെറിയ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രിക് ട്യൂബ് ആയിരിക്കാം. Now let's see about the nursing management of a child with EA TEF.
So you have to observe the infant while feeding for clinical manifestations. So കുട്ടി ഉണ്ടായ ഉടനെ we have to check for the 3 C's. അതൊന്ന് ആഡ് ചെയ്യുക. So observe carefully for 3 C's, that is coughing, choking and cyanosis. And if that is not seen immediately after surgery or after birth, you have to monitor the child